അസ്സലാമു അലൈക്കും. വർണ്ണനകൾക്കപ്പുറത്തെ വിശിഷ്ട വ്യക്തിപ്രഭാവമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രകഥയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് 17-ാം ഭാഗമാണ്. ഹാഷിം വംശത്തിനും മുസ്ലിങ്ങൾക്കും എതിരെയുള്ള ഖുറൈശികളുടെ ഊരുവിലക്ക് കഴിഞ്ഞ് ഷേബ് അബൂ ത്വാലിബ് മലഞ്ചെരുവിൽ നിന്നവർ മടങ്ങി വരുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും മക്കളും മലഞ്ചെരുവിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് വന്നു. 3 വർഷത്തെ ജീവിതം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ആരോഗ്യം തകർന്നുപോയി. കണ്ടാൽ മിണ്ടാതെ മുഖം തിരിച്ചിരുന്ന പലരും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. പലർക്കും സഹതാപ ഭാവമാണ്. മലഞ്ചെരുവിൽ നിന്ന് വന്ന ശേഷം അവർ രോഗിയായി. ധനികയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ തന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഇസ്ലാം മതം സ്വീകരിച്ച പാവങ്ങൾക്കും അടിമകൾക്കും വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരുന്നു. കടന്നുപോയ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കി. കുബേര കുടുംബത്തിൽ പിറന്നു, കൺമണിയായി വളർന്നു. അള്ളാഹുവിന്റെ പ്രവാചകരുടെ പത്നിയാകാൻ കഴിഞ്ഞു. പ്രവാചകരുടെ സന്താനങ്ങളെ പ്രസവിക്കാൻ കഴിഞ്ഞു. പുത്രന്മാർ ജീവിച്ചില്ല. പുത്രിമാരെ നല്ല നിലയിൽ വളർത്തി. സൈനബിനെ കെട്ടിച്ചയച്ചു, റുക്കയെയും കെട്ടിച്ചയച്ചു. ഉമ്മകുൽസു വിവാഹമോചിതയായി ഇരിക്കുകയാണ്. ഫാത്തിമ എന്ന പൊന്നോമന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തനിപ്പകർപ്പാണ്. ഫാത്തിമ പൊന്നുമോളെയും കെട്ടിച്ചയക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ഇസ്ലാമിനു വേണ്ടി തന്നിട്ട് പ്രവാചകനൊപ്പം നിന്നു. എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും പരിഹസിക്കപ്പെടുകയാണ്, ചോദ്യം ചെയ്യപ്പെടുകയാണ്. പലവിധ ഉപദ്രവങ്ങൾ സഹിച്ചു. ഒടുവിൽ ബഹിഷ്കരണവും. പട്ടിണി കിടന്ന് ആരോഗ്യം നശിച്ചു. കുബേരപുത്രി രോഗിയായിരിക്കുകയാണ്. വൃദ്ധനായ അബൂ ത്വാലിബ് 3 വർഷത്തെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ തീർത്തും അവശനാക്കി. മരണത്തിന്റെ കാലച്ച കാത്തിരിക്കുകയാണ് അബൂ ത്വാലിബ്. അവസാനം ആ നിമിഷങ്ങൾ എത്തിപ്പോയി. മരണത്തിന്റെ മാലാക വന്നു. അനുവദിക്കപ്പെട്ട ശ്വാസങ്ങൾ വലിച്ചു തീർത്തു. എല്ലാം നിശ്ചലമായി. കണ്ണുകൾ അടഞ്ഞു. മക്കക്കാർ ദുഃഖവാർത്ത കേട്ടു. അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരിക്കുന്നു. അല്ലമീൻ കരയുകയാണ്. ഖുറൈശികളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ കോട്ട തകർന്നിരിക്കുന്നു. തനിക്കു വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചു. എന്നിട്ടും ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല. എന്തു കൊതിച്ചതാണ് ഒന്ന് ചൊല്ലിക്കേൾക്കാൻ. മരണത്തിന്റെ ആരവം വീഴും വരെ കാത്തിരുന്നു. പലതവണ പറഞ്ഞു നോക്കി, പക്ഷേ ചൊല്ലിയില്ല. മുഹമ്മദിന്റെ ദീൻ അത്യുത്തമമാണെന്ന് എനിക്കറിയാം. എന്നാലും മക്കക്കാരുടെ ആക്ഷേപത്തെ ഞാൻ ഭയക്കുന്നു. ആ നിലയിൽ മരിച്ചുപോയല്ലോ. അബൂ ത്വാലിബിന് പകരം മറ്റൊരാളില്ല. ഖുറൈശികൾക്ക് ദുഃഖവും സന്തോഷവും ഒരുമിച്ചായിരുന്നു. തങ്ങളുടെ നേതാവായ അബൂ ത്വാലിബ് മരിച്ചതിൽ ദുഃഖമുണ്ട്. അവസാന നിമിഷം വരെ ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അതിലവർക്ക് ആഹ്ലാദവും സന്തോഷവുമുണ്ട്. ഖുറൈശികളെ അതിലധികം സന്തോഷിപ്പിച്ചത് മറ്റൊന്നുമല്ല, അബൂ ത്വാലിബ് അല്ലമീൻ ഒരു കോട്ട പോലെയായിരുന്നു. ആ കോട്ടയിൽ കയറി ആക്രമിക്കുക കഠിനമായിരുന്നു. ആ കോട്ട തകർന്നു പോയിരിക്കുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ആക്രമണത്തിന് വേഗം കൂട്ടാം. മുഹമ്മദിൽ കടുത്ത ദുഃഖം കാണുന്നു. അതെല്ലാം ഖുറൈശികളെ സന്തോഷിപ്പിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും അവശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വസ്ഥനായിരിക്കുകയാണ്. തന്റെ 2ാമത്തെ അഭയകേന്ദ്രമാണിത്. എല്ലാ പ്രയാസങ്ങളും പങ്കുവയ്ക്കാൻ തയ്യാറായ വിലമതിക്കാനാവാത്ത മഹിളാരത്നം. അവരുടെ വാക്കുകൾ തനിക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. സമ്പത്ത് തുണയായിട്ടുണ്ട്. പ്രയത്നങ്ങൾ നേരിടാൻ പ്രചോദനമായിട്ടുണ്ട്. ഇന്നിതാ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും വീണു കിടക്കുകയാണ്. തന്റെ സമ്പാദ്യമെല്ലാം ദീനിന്റെ മാർഗത്തിൽ ചിലവാക്കി. ഇപ്പോൾ ദരിദ്രയായി മലഞ്ചെരുവിൽ പട്ടിണി കിടന്നു. ഭാര്യയുടെ ആരോഗ്യനില പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ വേദനപ്പെടുത്തി. അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ രോഗം ഖുറൈശികൾക്ക് ആഹ്ലാദമായിരുന്നു. ഒടുവിൽ അതും സംഭവിച്ചു. ഇഷ്ടജനങ്ങളെയെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കണ്ണടച്ചു. പ്രവാചക പത്നി വഫാത്തായിരിക്കുകയാണ്. ഖുറൈശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു. മുസ്ലിങ്ങൾ ദുഃഖത്തോടെ ഖബറടക്കൽ കർമ്മം നിർവഹിച്ചു. മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് മടങ്ങി. സത്യവിശ്വാസികൾക്കെല്ലാം അവർ ഉമ്മയായിരുന്നു. ഉമ്മ പരലോകത്തേക്ക് യാത്രയായി. മക്കൾ ദുഃഖത്തിൽ അമർന്നു. ദുഃഖവർഷം. അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷം ദുഃഖവർഷം എന്ന് വിളിക്കപ്പെടുകയാണ്.
അതേസമയം ഖുറൈശികൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി നടക്കുകയാണ് ഉപദ്രവിക്കാൻ. ഒരു ദ്രോഹി വിളിച്ചു പറഞ്ഞു, അതാ പോകുന്നു മുഹമ്മദ്. കാണേണ്ട താമസം അവർക്ക് ആവേശം വന്നു. ഓടിച്ചെന്ന് മണ്ണ് വാരി പ്രവാചകന്റെ തലയിലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യം നിറഞ്ഞ ശിരസിൽ മണ്ണ്, ശരീരത്തിലും വസ്ത്രത്തിലും എല്ലാം മണ്ണ്. സഹിച്ചു, എതിർത്തൊന്നും പറഞ്ഞില്ല. വേഗം അവിടെ നിന്ന് നടന്നുപോയി. വീട്ടിൽ ചെന്ന് കഴുകിക്കളഞ്ഞു. വാപ്പയുടെ ഈ അവസ്ഥ കണ്ട് മക്കൾ കണ്ണു തുടച്ചു. ഇനി ഇങ്ങനെ പലതും സംഭവിക്കും. അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇല്ലല്ലോ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപം നിൽക്കുകയാണ്. ഒരു കൂട്ടം ഖുറൈശി നേതാക്കൾ വന്നു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായത്തിന് പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. മറ്റൊരാൾ മുന്നോട്ട് തള്ളി. പിടിവലിയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വേദന സഹിച്ചുകൊണ്ട് വിഷമിച്ചുപോയി. ദുർബലരായ വിശ്വാസികൾ അകലെ നോക്കി നിൽക്കുകയാണ്. ഇടപെടാൻ പറ്റില്ല. ഖുറൈശി പ്രമുഖന്മാരാണ്. അവർ ആശങ്കാകുലരായി. അതാ ഒരാൾ ഓടി വരികയാണ്. അബൂബക്കർ സിദ്ദിഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുതിച്ചെത്തുകയായി. അക്രമികളെ നേരിടുകയാണ്. ഒരാളെ പിടിച്ചു തള്ളുകയാണ്. ഒരാളെ തൊഴിച്ചു മാറ്റുകയാണ്. ചിലർ നിലത്തു വീണു. അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങൾ ഒരാളെ കൊല്ലാൻ നോക്കുകയാണോ? അബൂബക്കർ സിദ്ദിഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അക്രമികൾ പിരിഞ്ഞുപോയി. ഖുറൈശികളുടെ പീഡനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരുടെയെങ്കിലും സഹായം ലഭിക്കണം. തോയിഫിലെ ബന്ധുക്കളെ കുറിച്ചോർത്തു. അവരെ ചെന്നു കാണാം, വല്ല സഹായവും ലഭിച്ചേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തുമോൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി തോയിഫിലേക്ക് പുറപ്പെട്ടു. പ്രതീക്ഷയോടെ തോയിഫിലെ നേതാക്കളെയും ധനികരെയും ഒക്കെ പോയി കണ്ടു. ഇസ്ലാം മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. നിന്നെയല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ പ്രവാചകനാക്കാൻ? പരിഹാസപൂർണമുള്ള ചോദ്യം, കൂട്ടച്ചിരി. അവർ ഗുണ്ടകളെ വിളിച്ചുകൂട്ടി. ഇവനെ കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിക്കണമെന്ന് പറഞ്ഞു. തെമ്മാടികൾ കൂട്ടത്തോടെ ഓടി വന്നു. കൂകി വിളിച്ചു. എറിയാനും തുടങ്ങി. രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ കല്ലുകൊണ്ട് മുറിഞ്ഞ് രക്തം ഒഴുകുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ശിരസിലാണ് കല്ലുകൊണ്ടത്. രക്തം ഒഴുകുകയാണ്. മക്കക്കാരായ മുശിരിക്കുകളാണ് ഉത്തുബയും ഷൈബയും. രണ്ടുപേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവരുടെ മുന്തിരത്തോട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദും ഓടിക്കയറി. അവരെ കാണാതായപ്പോൾ തെമ്മാടികൾ പിന്മാറുകയാണുണ്ടായത്. ഈ അംഗമൊക്കെ അകലെ നിന്ന് നോക്കി കാണുകയായിരുന്നു തോട്ടമുടമകൾ. അവർക്ക് വളരെ വിഷമം തോന്നി. അവർക്ക് ഒരു വേലക്കാരനുണ്ടായിരുന്നു. പേര് അദ്ദാസ്. ക്രൈസ്തവനാണ്. തോട്ടമുടമകൾ അദ്ദാസിനോട് പറഞ്ഞു, ഒരു കുല മുന്തിരി മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കുക. മുന്തിരി കൊലയുമായി അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി. ക്ഷീണിതനായ പ്രവാചകൻ മുന്തിരി കുലയിൽ നിന്ന് ഒരല്ലിയെടുത്തു ബിസ്മില്ലാ ചൊല്ലി വായിലിട്ടു. ഇന്ന് നാട്ടുകാരും പറയാത്ത വാക്കാണല്ലോ ഇത്, അദ്ദാസ് അത്ഭുതത്തോടെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിന്റെ നാട് എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ നാട് നീനവ എന്ന സ്ഥലത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, യൂനൂസ് നബിയുടെ നാട്ടുകാരനാണല്ലേ? എന്ത്, യൂനൂസ് നബിയെ താങ്കൾ അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദരനാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ. ഞാനും അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അദ്ദാസ് അമ്പരന്നു പോയി. താനൊരു പ്രവാചകന്റെ മുന്നിലാണോ നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അദ്ദാസിന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം കടന്നു. ഉടനെ മുട്ടുകുത്തി, അവിടത്തെ ശിരസിലും കരങ്ങളിലും ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു. ത്വയ്യിഫിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വരുന്നുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വന്നു. അല്ലയോ നബിയെ, എന്റെ ഈ ചിറകുകൊണ്ട് ത്വയ്യിഫിലെ സമൂഹത്തെ ഞാനൊന്ന് കുടയട്ടെ. ഞാനൊന്ന് കുടഞ്ഞാൽ അവർ അവശരായി, അവർ നിശ്ചലരായി ഭൂമിയിലേക്ക് താഴ്ന്നു പോകും എന്ന് പറഞ്ഞു. നബി അതിന് മറുപടിയായി പറഞ്ഞു, ഈ ജനതയ്ക്ക് അറിവില്ല. അവരിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതാണ് ജിബ്രീലെ എനിക്ക് കൂടുതൽ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രകഥയുടെ ബാക്കി ഭാഗവുമായി ഇനിയും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.